ചേർത്തെഴുതുക. മണൽ പ്ലസ് അരണ്യം. മണൽ പ്ലസ് അരണ്യം ചേർത്തെഴുതിയാൽ മണലരണ്യം. മണൽ പ്ലസ് അരണ്യം മണലരണ്യം. ഇനി ഒരു വ്യത്യസ്തമായ ചോദ്യമാണ്. കിഴക്കോട്ടേക്ക് മേലോട്ടേക്ക് ആവർത്തന ശബ്ദം. ഏക്ക്. കിഴക്കോട്ടേക്ക് മേലോട്ടേക്ക് അതിൽ ആവർത്തിച്ച് വരുന്ന ശബ്ദം ഏക്ക്. ശൈലിയുടെ അർത്ഥമാണ് ചോദിച്ചത്. വേദവാക്യം. അലംഘനീയമായ അഭിപ്രായം. വേദവാക്യം എന്നുള്ള ശൈലീൻ്റെ അർത്ഥം അലംഘനീയമായ അഭിപ്രായം. ഓളം എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങളാണ് ചോദിച്ചത്. ബംഗം, തരംഗം, വീജി. ഓളത്തിൻ്റെ പര്യായ പദങ്ങൾ ബംഗം, തരംഗം, വീജി. പി എസ് സിക്ക് പര്യായ പദങ്ങൾ ചോദിക്കുന്നത് തന്നിരിക്കുന്നതിൽ പര്യായ പദങ്ങൾ അല്ലാത്തത് ഏത് എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ പര്യായ പദങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. തന്നിരിക്കുന്നതിൽ ശരിയായ പദമാണ് ചോദിച്ചത്. അപ്പോൾ അസ്തമയം എന്നുള്ളത് ശരിയായ രീതിയിൽ ഇങ്ങനെയാണ് എഴുതുക. പിരിച്ചെഴുതുക. മരങ്ങൾ. മരം പ്ലസ് കൾ. മരങ്ങൾ പിരിച്ചെഴുതിയാൽ മരം പ്ലസ് കൾ. ചേർത്തെഴുതുക. വട്ടം പ്ലസ് പലക. വട്ടപ്പലക. വട്ടം പ്ലസ് പലക ചേർത്തെഴുതിയാൽ വട്ടപ്പലക. ഈ പിരിച്ചെഴുതുന്നതും ചേർത്തെഴുതുന്ന ക്വസ്റ്റ്യൻസും എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. അത് അധികവും റിപ്പീറ്റ് ആയിട്ടാണ് ചോദിക്കാറ്. ഞാൻ ചെയ്ത PYQ സെറ്റിലൊക്കെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തായാലും കണ്ടിട്ട് നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ഇനി അടുത്തത് കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം. കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയമാണ് ചോദിച്ചത്. കൾ. കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം കൾ.